Hi, my name is Sharun. I am first year MC student. So my seminar topic is macro and macropos. So let's begin. What is a macro? എന്താണ് ഒരു macro? A macro is a shorthand for a sequence of source code step. The macro is like a shortcut. അതായത് ഷോർട്ട് കട്ട് അതായത് ലോങ് ആയിട്ടുള്ള കോഡ് റിപ്പീറ്റീവ് ആയിട്ട് എഴുതുന്നതിന് പകരം ഒരു മാക്രോ എഴുതിയാൽ മതി. എന്നിട്ട് ആ മാക്രോന് എവിടെയാണോ വേണ്ടത് അവിടെ കോൾ ചെയ്താൽ മതി. It is a single instruction that expands into a defined set of instructions. അതായത് മാക്രോ എന്ന് പറയുമ്പോൾ വൺ ലൈൻ ഓഫ് കോഡ് പോലെ ഉണ്ടാവും, ബട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്താൽ അത് മൾട്ടിപ്പിൾ ലൈൻസ് ആവും. ഈ കോഡിന്റെ എക്സ്പാൻഷനാണ് മാക്രോ പ്രൊസസർ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത്. പിന്നെ പ്രൈമറി കോഡ് എന്ന് വെച്ചാൽ ടു റെഡ്യൂസ് കോഡ് റിപ്പീറ്റേഷൻ ആൻഡ് ഇംപ്രൂവ് പ്രോഗ്രാം ക്ലാരിറ്റി, മേക്കിംഗ് കോഡ് ഈസിയർ ടു റൈറ്റ് ആൻഡ് മെയിൻറ്റെയിൻ. അത് ആക്ച്വലി മാക്രോന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റിപ്പീറ്റീവായി കോഡ് എഴുതുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ റിപ്പീറ്റീവായി എഴുതുന്നത് കൊണ്ടുണ്ടാകുന്ന കോഡ് എഴുതുന്നതുകൊണ്ട് തന്നെ ഇറർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ടു സിംപ്ലിഫൈ മെയിൻ്റെനൻസ് മൂവ് ചെയ്യാം. അടുത്ത കോർ മാക്രോ കോമ്പോണൻസ്. മെയിനായിട്ട് മൂന്ന് ആണ് കോർ മാക്രോ കോമ്പോണൻസ്. ഒന്ന് മാക്രോ ഡെഫിനിഷൻ, മാക്രോ എക്സ്പാൻഷൻ, മാക്രോ പ്രോസസ്. മാക്രോ ഡെഫിനിഷൻ, ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ മാക്രോ, ഗിവിംഗ് ഇറ്റ് എ നെയിം ആൻഡ് ഡിഫൈനിങ് ദ കോഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ്. ഒരു മാക്രോനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് മാക്രോ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മാക്രോ ഡെഫിനിഷൻ ടെൽസ് മാക്രോ പ്രോസസ് വാട്ട് എ മാക്രോ ഇസ് കോൾഡ്. അതായത് മാക്രോന്റെ നെയിം എന്താണെന്ന്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന്, പിന്നെ റെപ്രസെന്റ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണ്, പിന്നെ അറ്റ് ലാസ്റ്റ് എൻഡ് ഓഫ് മാക്രോ ഡെഫിനിഷൻ. പിന്നെ അടുത്ത് മാക്രോ എക്സ്പാൻഷൻ, ദ പ്രോസസ് ഓഫ് റീപ്ലേസിംഗ് ദ മാക്രോസ് നെയിം വിത്ത് ആക്ച്വൽ കോഡ് ഫ്രം ഇറ്റ്സ് ബോഡി. അതായത് ഇതൊരു പ്രോസസ്സാണ്. മാക്രോ പ്രോസസ് സോഴ്സ് പ്രോഗ്രാമിനെ നിന്നും മാക്രോ കോഡിനെ മാക്രോ ഡെഫിനിഷൻ്റെ ആക്ച്വൽ ബോഡി ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാമിൻ്റെ കമ്പൈലേഷൻ്റെ മുന്നേ ഒക്കർ ചെയ്യുന്നതാണ്. എന്തിനാണ് മാക്രോ എക്സ്പാൻഷൻ്റെ നീഡ് എന്ന് വെച്ചാൽ മാക്രോസ് ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെയാണ് എക്സിക്യൂട്ട് ആവുക. അതിന് കമ്പൈലേഷൻ മുന്നേ ആക്ച്വൽ മെഷീൻ ഇൻസ്ട്രക്ഷനായിട്ട് എക്സ്പാൻഡ് ചെയ്യും. അതിനാണ് നമ്മൾ മാക്രോ എക്സ്പാൻഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത മാക്രോ പ്രോസസ്, സിസ്റ്റം പ്രോഗ്രാം ഓർ പ്രീ പ്രോസസ് ദാറ്റ് പെർഫോംസ് ദ എക്സ്പാൻഷൻ ഓട്ടോമാറ്റിക്. അതായത് ഇതൊരു സിസ്റ്റം പ്രോഗ്രാമാണ്, അത് മാക്രോ ഡെഫിനിഷനും മാക്രോ എക്സ്പാൻഷനും ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുക. ഈ രണ്ട് ഹാൻഡിൽ ചെയ്യലാണ് മാക്രോ പ്രോസസറിൻ്റെ മെയിൻ ജോബ് എന്ന് വെച്ചാൽ. ഹൗ ടു ഡിഫൈൻ എ മാക്രോ. മാക്രോസ് ഡെഫിനിഷന് ടിപ്പിക്കലി മൂന്ന് കോമ്പോണൻസ് ഉള്ളത്: ഹെഡർ, ബോഡി ആൻഡ് മാർക്കർ. ഹെഡർ സ്പെസിഫൈസ് മാക്രോസ് നെയിം ആൻഡ് ഇസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് സം, മാക്രോ, ആംപ്രസൻറ്റ്, ആംപ്രസൻറ്റ് ബി, ആംപ്രസൻറ്റ് റിസൾട്ട്. ഈ സം ആണ് മാക്രോ നെയിം എന്ന് വെച്ചാൽ ആംപ്രസൻറ്റ് എ, ആംപ്രസൻറ്റ് ബി, ആംപ്രസൻറ്റ് റിസൾട്ട് ആണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഈ പാരാമീറ്റേഴ്സ് മാക്രോ എക്സ്പാൻഷൻ ടൈമിൽ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആയിട്ട് റിപ്ലേസ് ചെയ്യും. ഈ കീവേഡ് മാക്രോ ആണ് മാക്രോ ഡെഫിനിഷൻ്റെ ബിഗിനിങ്ങിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫോർമൽ പാരാമീറ്റർ എപ്പോഴും ആംപ്രസൻറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മാക്രോ പ്രോസസറിന് അറിയാൻ പറ്റും അത് പ്ലേസ് ഹോൾഡർ ആണ്. പിന്നെ അടുത്ത ബോഡി, ദ ആക്ച്വൽ സീക്വൻസ് ഓഫ് സോഴ്സ് കോഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് വിൽ ബി ഇൻസേർട്ടഡ് ഡ്യൂറിങ് എക്സ്പാൻഷൻ. അതായത് ബോഡി എന്ന് പറയുന്നത് മിഡിൽ പോർഷൻ ഓഫ് മാക്രോ ഡെഫിനിഷൻ. ഇതാണ് ആക്ച്വലി കോഡ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഈ കോഡാണ് മാക്രോ യൂസ് ചെയ്യുന്നത് റിപ്പീറ്റ് ആയിട്ട്. എക്സാമ്പിൾ LDA ആംപ്രസൻറ്റ് ആഡ് ആംപ്രസൻറ്റ് ബി, STA ആംപ്രസൻറ്റ് റിസൾട്ട്. ഈ LDA ആംപ്രസൻറ്റ് മീൻസ് ലോഡ് ദ വാല്യൂ ഓഫ് ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്നാ. പിന്നെ ആഡ് ആംപ്രസൻറ്റ് മീൻസ് ആഡ് ദ സെക്കൻഡ് ആർഗ്യുമെന്റ്. പിന്നെ STA റിസൾട്ട് മീൻസ് സ്റ്റോർ ദ ഫൈനൽ വാല്യൂ ഇൻ ദ റിസൾട്ട് വരും. ഈ മാക്രോന്റെ എക്സ്പാൻഷൻ ടൈം ഈ ആംപ്രസൻറ്റ് എ, ആംപ്രസൻറ്റ് ബി, ആംപ്രസൻറ്റ് റിസൾട്ട് എല്ലാം ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ്. അടുത്താണ് എൻഡ് മാർക്കർ. എൻഡ് മാർക്കർ സ്റ്റേറ്റ് ദാറ്റ് സിഗ്നൽസ് ദ എൻഡ് ഓഫ് ദ മാക്രോ ഡെഫിനിഷൻ. അതായത് മാക്രോ ഡെഫിനിഷൻ്റെ എൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ എൻഡ് മാർക്കർ. എക്സാമ്പിളാണ് MENT. MENT tells the macro processor the macro definition has ended. അപ്പോൾ ആ ടൈം പ്രൊസസർ സ്റ്റോപ്പ് ചെയ്യും എല്ലാ ഇൻസ്ട്രക്ഷൻ, സ്റ്റോപ്പ് ദ ഇൻസ്ട്രക്ഷൻ ഫോർ മാക്രോസ് വെൻ ഇറ്റ് ഈസ് MENT. അടുത്ത മാക്രോ കോൾ ഈസ് മാക്രോ എക്സ്പാൻഷൻ. മാക്രോ കോൾ ഈസ് വെൻ വി ഇൻവേക്ക് ഓർ യൂസ് മാക്രോ ഇൻ അവർ പ്രോഗ്രാം. ഇവിടെയാണ് ആക്ച്വൽ ആക്ച്വൽ ആർഗ്യുമെന്റ് പ്രൊവൈഡ് ചെയ്തത്. ഈ ആർഗ്യുമെന്റ് ആണ് ഫോർമൽ പാരാമീറ്റേഴ്സിനെ റിപ്ലേസ് ചെയ്യുന്നത്. അടുത്ത മാക്രോ എക്സ്പാൻഷൻ. മാക്രോ എക്സ്പാൻഷൻ റിപ്ലേസ്മെന്റ് ഓഫ് കോൾ വിത്ത് മാക്രോസ് ബോഡി സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു മാക്രോ കോളിനെ മാക്രോന്റെ ആക്ച്വൽ ബോഡി ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അത് പിന്നെ പാരാമീറ്റേഴ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട്. ഇവിടെ എക്സാമ്പിളാണ് ലോഡ് 5 ആഡ് 10 സ്റ്റോർ ടോട്ടൽ. ഈ ലോഡ് 5 ഇതിന് എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ലോഡ് ആംപ്രസൻറ്റ് എ എന്നായിരിക്കും, അത് റീപ്ലേസ് ചെയ്തിട്ടാണ് 5 എന്ന ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത്. അത് മാക്രോ കോളിന്റെ ടൈമിലാണ് നടക്കുന്നത്. പിന്നെ ആഡ് 10 സ്റ്റോർ ടോട്ടൽ. ഈ മാക്രോ കോൾ മാക്രോ എക്സ്പാൻഷൻ വ്യത്യാസം വെച്ചാൽ മാക്രോ കോള് ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും,
മാക്രോ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഇനി മാക്രോ ഫങ്ഷൻസ്, മാക്രോ വിസസ് ഫങ്ഷൻസ്. അത് നമുക്ക് മാക്രോസിന് നോക്കാം. മാക്രോസ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് ബൈ ദ പ്രീ പ്രോസസർ ബിഫോർ കമ്പൈലേഷൻ. അത് മാക്രോസ് കമ്പൈലേഷന് മുന്നേ ആണ് വർക്ക് ചെയ്യുന്നത്. ദേ ആർ പ്രോസസ്ഡ് ടെസ്റ്റ് ലെവലാണ് പ്രോസസ് ചെയ്യുന്നത്. റിപ്ലേസ് മാക്രോ കോൾസ് വിത്ത് ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ട് മാക്രോ കോൾസ് റിപ്ലേസ് ചെയ്യും. പിന്നെ കോഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ലൈൻ. ഇത് മാക്രോസ് ഡയറക്ട്ലി ആക്ച്വൽ കോഡിനെ പ്രോഗ്രാമിനെ എക്സ്പാൻഡ് ചെയ്യും. അവിടെ ഫംഗ്ഷൻ കോളും നടക്കുന്നില്ല. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ എക്സിക്യൂഷൻ ആണ്. കാരണം ഫംഗ്ഷൻ കോളിന്റെ ഓവർ ഹെഡ് ഒന്നും വരുന്നില്ലാത്തതുകൊണ്ട് ഇത് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ലാർജ് എക്സിക്യൂട്ടീവ് ഫയൽ ആയതുകൊണ്ട് എവറി മാക്രോ കോൾ ഡ്യൂപ്ലിക്കേറ്റ് മാക്രോ ബോഡി. അടുത്ത നമുക്ക് ഫംഗ്ഷൻ നോക്കാം. ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ആയിട്ട് റൺ ടൈം ആണ്. ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിലാണ്. അപ്പോൾ ഫംഗ്ഷൻ കോൾ ഡയറക്റ്റ്ലി ഫംഗ്ഷൻ ബോഡിയിലേക്ക് ജമ്പ് ചെയ്യാന്ന് എക്സിക്യൂഷൻ ടൈമിൽ ജമ്പ് ചെയ്യുക. പിന്നെ ഫംഗ്ഷൻ കോളിന് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്മോളർ എക്സിക്യൂട്ടബിൾ ഫയൽ ആയിരിക്കും. അത് സ്ലൈറ്റ്ലി സ്മോളർ എക്സിക്യൂട്ടബിൾ ഫയൽ ആയതുകൊണ്ട് കോൾ ചെയ്യാനും പ്രോഗ്രാം ഇതാക്കാനും എളുപ്പമായിരിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജ് സ്ലോവർ എക്സിക്യൂഷൻ, സ്ലൈറ്റ്ലി സ്ലോ, കാരണം ഫംഗ്ഷൻ കോൾ വരുന്നതുകൊണ്ട് സ്ലൈറ്റ്ലി സ്ലോ ആയിരിക്കും. അടുത്ത മാക്രോ പ്രോസസർ. സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് പെർഫോംസ് മാക്രോ എക്സ്പാൻഷൻ. എന്താണ് മാക്രോ പ്രോസസർ എന്ന് വെച്ചാൽ, മാക്രോ പ്രോസസർ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതായത് കമ്പൈലറിന്റെ ഒരു പാർട്ടാണ്. മാക്രോ പ്രോസസർ ഓട്ടോമാറ്റിക്കലി മാക്രോ എക്സ്പാൻഷനും പെർഫോം ചെയ്യും. കമ്പൈലേഷൻ മുന്നേ സോഴ്സ് കോഡിനെ പ്രോസസ്സ് ചെയ്ത് മാക്രോ ഡെഫിനിഷനും മാക്രോ കോളിനെയും വേണ്ടി എൻ്റെ പ്രോഗ്രാം ചെക്ക് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് മാക്രോ കോളിനെ എക്സ്പാൻഡ് ചെയ്ത് ആക്ച്വൽ മാക്രോ ബോഡി ആയിട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇത് വേർ ഡസ് ഇറ്റ് ഫിറ്റ് ഇൻ കമ്പൈലേഷൻ പ്രോസസ്സർ മാക്രോ പ്രോസസ്സർ എവിടെ ഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ, മാക്രോ പ്രോസസ്സർ കമ്പൈലറിന് മുന്നേ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എൻ്റെ സോഴ്സ് പ്രോഗ്രാമിനെ റീറൈറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെ ഓൾ മാക്രോനെ റിയൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതായത് കമ്പൈലർ നോർമൽ ഇൻസ്ട്രക്ഷനെ കാണാൻ പറ്റും. നോ മാക്രോ വിൽ അപ്പിയർ ഇൻ ദ ഫൈനൽ പ്രോഗ്രാം. വാട്ട് ഡസ് മാക്രോസ് ഡു? ആക്ച്വലി മാക്രോസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, സ്കാൻ ദ പ്രോഗ്രാം. ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എൻ്റെ സോഴ്സ് പ്രോഗ്രാമിനെ റീഡ് ചെയ്യും. സ്റ്റോർ ഡെഫിനിഷൻ when it finds macro definitions. പിന്നെ ഡെഫിനിഷൻ നെയിം മാക്രോ നെയിം ടേബിൾ MNTയിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ മാക്രോ ബോഡി മാക്രോ ഡെഫിനിഷൻ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ എക്സ്പാൻഡ് മാക്രോ കോൾ. പിന്നെ മാക്രോ പ്രോസസർ മാക്രോ കോൾ കണ്ടാൽ ആദ്യം അത് MNTയിൽ സെർച്ച് ചെയ്യും മാക്രോ നെയിമിന് വേണ്ടി. പിന്നെ MDTന്ന് മാക്രോ ബോഡീനെ ഫെച്ച് ചെയ്യും. പിന്നെ പാരാമീറ്റേഴ്സ് ആക്ച്വൽ വാല്യൂ ആയിട്ട് സബ്മിറ്റ് ചെയ്യും. ലാസ്റ്റ് എക്സ്പാൻഡ് ഇൻസ്ട്രക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്താണ് നെക്സ്റ്റഡ് മാക്രോ കോൾസ്. നെക്സ്റ്റഡ് മാക്രോ കോൾ എന്ന് വെച്ചാൽ, when a macro call appear inside a body of another macro definition. അതായത് a macro is calling an another macro. അതാണ് ഈ നെക്സ്റ്റഡ് മാക്രോ കോൾ എന്ന് വെച്ചാൽ. പിന്നെ എന്തിനാണ് ഈ എങ്ങനെയാണ് ഈ മാക്രോ പ്രോസസർ ഈ നെക്സ്റ്റഡ് മാക്രോ കോൾ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാൽ, എക്സ്പാൻഷനിൽ ഒരു ഓർഡറിലാണ് നടക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അപ്രോച്ച്. ഈ എക്സ്പാൻഷൻ എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, ആദ്യം ഒരു ഔട്ടർ മാക്രോന്റെ എക്സ്പാൻഷൻ ബിഗിൻ ചെയ്യും. പിന്നെ ഇന്നർ മാക്രോനെ ഫൈൻഡ് ചെയ്ത് ഔട്ടർ മാക്രോനെ പോസ് ചെയ്തിട്ട് ഇന്നർ മാക്രോ എക്സ്പാൻഡ് ചെയ്യും. ഇന്നർ മാക്രോന്റെ എക്സ്പാൻഷൻ കംപ്ലീറ്റ് ആയാൽ ഔട്ടർ മാക്രോന്റെ എക്സ്പാൻഷൻ കണ്ടിന്യൂ. ഇത് സ്റ്റെപ്പ് വൈസ് പറയുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ആദ്യം എക്സ്പാൻഷൻ ഔട്ടർ മാക്രോ എന്നുണ്ടാവും. അത് എക്സ്പാൻഷൻ ഔട്ടർ മാക്രോ ബിഗിൻ ചെയ്യും. പിന്നെ പ്രോസസർ ഔട്ടർ മാക്രോന്റെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് റീഡ് ചെയ്യും. പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇന്നർ മാക്രോ കോൾ ഫൈൻഡ് ചെയ്യുക. ഇന്നർ മാക്രോ കോൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസർ ഔട്ടർ മാക്രോന്റെ എക്സ്പാൻഷൻ പോസ് ചെയ്യും. സ്റ്റെപ്പ് 3 എന്ന് വെച്ചാൽ എക്സ്പാൻഷൻ ഓഫ് ഇന്നർ മാക്രോ, പാരാമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ ഇന്നർ മാക്രോ ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ സ്റ്റെപ്പ് 4 കഴിഞ്ഞാൽ ഔട്ടർ മാക്രോ എക്സ്പാൻഷൻ റെസ്യൂം ചെയ്യുക. അതായത് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഇന്നർ മാക്രോന്റെ എക്സ്പാൻഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടർ മാക്രോന്റെ റെസ്യൂം ചെയ്യുക. ഡിസൈൻ ഓഫ് മാക്രോ പ്രോസസർ. കോർ ഡാറ്റ സ്ട്രക്ചർ. ഇപ്പോൾ മൂന്ന് മെയിൻ ഡാറ്റ സ്ട്രക്ചറുള്ള MNT, MDT, ALA. MNT in the macro name table stores the name of every macro act as index of a. അതായത് MNT എന്ന് പറയുന്നത് ഒരു ബുക്കിന്റെ ഇൻഡെക്സ് പോലെയാണ്. ഇത് എല്ലാ മാക്രോ നെയിം സ്റ്റോർ ചെയ്യും. ആൻഡ് പിന്നെ MDTയിൽ എവിടെയാണോ മാക്രോന്റെ ബോഡി ഉള്ളത് അത് പോയിന്റ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ നീഡ് എന്തെന്ന് വെച്ചാൽ, ഒരു മാക്രോ പ്രോസസർ മാക്രോ കോൾ കണ്ടാൽ അത് MNTയിൽ ചെക്ക് ചെയ്യും. ഇത് മാക്രോ
ആണോ എന്ന് നോക്കും. എന്നിട്ട് ഇതിൻ്റെ ബോഡി എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് നോക്കും. അടുത്താണ് MDT, മാക്രോ ഡെഫിനിഷൻ ടേബിൾ. ഇത് സ്റ്റോർസ് ദ ആക്ച്വൽ ബോഡി ഓഫ് ഓൾ മാക്രോ ഡെഫിനിഷൻ. അത് ലൈൻ ബൈ ലൈൻ ആയിട്ട്, അതായത് എല്ലാ മാക്രോൻ്റെയും ഫുൾ കോഡ് സ്റ്റോർ ചെയ്യും. ഇതിൻ്റെ നീഡ് എന്താണെന്ന് വെച്ചാൽ ഈ MDT ഇല്ലാണ്ട് മാക്രോ പ്രൊസസ്സറിന് അറിയാൻ പറ്റില്ല കോഡ് എവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത് എക്സ്പാൻഷൻ ടൈമിൽ. ഇനി അടുത്താണ് AL, ആർഗ്യുമെന്റ് ലിസ്റ്റർ. ഇതെന്ന് വെച്ചാൽ ടെമ്പററി ടേബിൾ യൂസ്ഡ് ഡ്യൂറിങ് എക്സ്പാൻഷൻ ടു മാപ്പ് പാരാമീറ്റേഴ്സ് ടു ആർഗ്യുമെന്റ്. അതായത് മാക്രോ എക്സ്പാൻഷൻ ടൈം യൂസ് ചെയ്യുന്ന ടെമ്പററി ടേബിൾ ഇത്. AL കണക്ട് ചെയ്യുമ്പോൾ മാക്രോ പാരാമീറ്ററിനെ ആക്ച്വൽ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇത് എക്സ്പാൻഷൻ ടൈമിലാണ് ചെയ്യുന്നത്. അത് റീപ്ലേസ് ചെയ്യും. ആംപ്രസൻറ്റ് ആയിട്ടുള്ള ഫോർമൽ പാരാമീറ്ററിനെ റിയൽ ആർഗ്യുമെന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഇതിന്റെ ആവശ്യകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ആക്ച്വൽ ആയിട്ട് പാരാമീറ്റേഴ്സിനെ ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്താണ് 2-pass അൽഗോരിതം. മാക്രോ പ്രൊസസ്സർ വർക്ക് ചെയ്യുന്നത് 2 പാസ് ആയിട്ട്, പാസ് 1, പാസ് 2. ഓരോ പാസിനും ഓരോ പർപ്പസാണ്. ഈ 2-pass അപ്രോച്ച് മാക്രോ പ്രൊസസ്സറിനെ ആക്യുറേറ്റ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കും. ഒന്നാമത്തെയാണ് പാസ് 1, ഡെഫിനിഷൻ പ്രോസസ്സ്. ഇതിന്റെ പാസ് 1ന്റെ പർപ്പസ് ഓർ ഗോൾ എന്ന് പറയുന്നത് ഫൈൻഡ് ഓൾ മാക്രോ ഡെഫിനിഷൻ. അതായത് മാക്രോ ഡെഫിനിഷൻ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് ഫോർ ലേറ്റർ പർപ്പസ്. പിന്നെ എന്താണ് പാസ് 1നുള്ളിൽ സംഭവിക്കുന്നത് വെച്ചാൽ മാക്രോ പ്രൊസസ്സർ ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രോഗ്രാം റീഡ് ചെയ്യും, എന്നിട്ട് മാക്രോനെ ഫൈൻഡ് ചെയ്യും, മാക്രോ ഡെഫിനിഷൻ ഐഡന്റിഫൈ ചെയ്യും, എന്നിട്ട് ഇത് മാക്രോ നെയിം MNTയിൽ സ്റ്റോർ ചെയ്യും, മാക്രോ ബോഡീനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് MDTയിൽ സ്റ്റോർ ചെയ്യും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കും അൺടിൽ MENT, അതായത് എൻഡ് ഓഫ് ദ മാക്രോ ഡെഫിനിഷൻ റീച്ച് ചെയ്യുന്നവരെ. ഈ പാസിൽ മാക്രോ കോള് അല്ല ഇഗ്നോർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയാൻ പാസ് 1 സംഭവിക്കുന്നത് വെച്ചാൽ പാസ് 1 എക്സ്പാൻഷൻ ഒന്നും നടക്കുന്നില്ല. മാക്രോ ഡെഫിനിഷൻ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നുള്ളൂ. മാക്രോ കോൾ ഇഗ്നോർ ചെയ്യുന്നു. ഇനി പാസ് 2, എക്സ്പാൻഷൻ പ്രോസസ്. ഗോൾ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ഓൾ മാക്രോ കോൾസ്, അതായത് എല്ലാ മാക്രോ കോളിനെയും എക്സ്പാൻഡ് ചെയ്യുക യൂസിങ് ഡെഫിനിഷൻ കളക്റ്റഡ് ഇൻ പാസ് 1. പിന്നെ ഇതിൻ്റെ പാസ് 2ൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പ്രൊസസ്സർ പ്രോഗ്രാം ഒന്നും കൂടി റീഡ് ചെയ്യും. പ്രൊസസ്സർ മാക്രോ കോളിനെ കണ്ട MNTയിൽ ചെക്ക് ചെയ്യും, മാക്രോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ കൺഫേം ആക്കാം. ഇത് അങ്ങനെ ALA ക്രിയേറ്റ് ചെയ്യും. അത് ALA ആർഗ്യുമെന്റ് ലിസ്റ്റർ എന്നിട്ട് പ്രധാനം. ALA എന്തിനാ വെച്ചാൽ ഫോർമൽ പാരാമീറ്റേഴ്സിനെ ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ MDTന്ന് മാക്രോ ബോഡീനെ ഫെച്ച് ചെയ്യും. ഓരോ പാരാമീറ്ററിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ALA ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇത് എക്സ്പാൻഡ് ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ടിൽ റൈറ്റ് ചെയ്യും. പിന്നെ പാസ് 2 സിമ്പിൾ ആയിട്ട് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് മാക്രോ കോളിന്റെ എക്സ്പാൻഡ് ചെയ്യാനാണ്. സോ ഇതാണ് മാക്രോ പ്രൊസസ്സറും. സോ താങ്ക് യു ഫോർ അറ്റൻഷൻ. ബൈ.